യമൂതു അലാ സൂഇൽ ഖാത്തിമ, അന്ത്യം ദുരന്തമായവർ മരിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആഖിബത്ത് കേടായി പോകും, അവസാനം ദുഷിച്ചു പോകും, ഈമാനിൽ നിന്ന് വേർപിരിഞ്ഞു പോകും. സഹോദരങ്ങളെ, കാരണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഔലിയാക്കൾ. അവരോട് ആരെങ്കിലും എതിർത്താൽ ആ മനുഷ്യന്റെ എതിരാളി അള്ളാഹുവാണ്. അള്ളാഹുവാണ് അവന്റെ എതിരാളി. പിന്നെ അവൻ എങ്ങനെ നന്നായി പോകാനാണ്? മഹാന്മാരെ എതിർക്കുന്നവർക്ക് അങ്ങനെയല്ലേ കിട്ടുന്നത്? അവരെത്ര വലിയ ഇൽമുള്ള ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവർകൾ ബഗ്ദാദിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോ ജനങ്ങളൊക്കെ പറയുന്നു, ഹമദാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വലിയൊരു ഷെയ്ഖ് വന്നിട്ടുണ്ട്, ഷെയ്ഖ് യൂസുഫുൽ ഹമദാനി റളിയല്ലാഹു അൻഹു. അവരെ ഒന്ന് കാണാൻ പോകാന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ കരുതി. കൂടെ 2 കൂട്ടുകാരും കൂടി. ഒന്ന് ഇബ്നു സഖാ എന്ന് പറയുന്ന കൂട്ടുകാരൻ, മറ്റൊന്ന് അബ്ദുല്ലാഹിബിൻ അബി സുറൂൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ. 3 പേരും കൂടിയിട്ട് ആ ഷെയ്ഖിനെ കാണാൻ പോവുകയാണ്. ആ ഷെയ്ഖിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു പക്ഷേ അവിടെ ഉണ്ടാകില്ല. ഇടക്കിടക്ക് മൂപ്പരെ കാണാതാകും, ഇടക്കിടക്ക് മൂപ്പര് പ്രത്യക്ഷപ്പെടും. എവിടുന്നാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയാൻ കഴിയൂല. വലിയ ബഹുമാനമുള്ള മഹാനാണ്. പോകുന്ന വഴിയിൽ വെച്ച് ഇബ്നു സഖാ എന്ന് പറയുന്ന വലിയ ഗണ്ണന മണ്ണനങ്ങൾക്ക് കഴിവുള്ള വ്യക്തിയാണ്. ഖുർആൻ മുഴുവനും ഹാഫിളാക്കിയ ആളാണ്. ഇബ്നു സഖയാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രോജ്വല താരം. നല്ല വാഗ്മിയാണ്. വാക്ചാരുതയോടുകൂടി ആ മനുഷ്യനൊന്ന് പ്രസംഗിച്ചാൽ കേൾക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഒരുമിച്ച് കൂടും. ഇബ്നു സഖ പറഞ്ഞു, ലാ അസ്അലന്നഹു മസ്അലതൻ ലാ യദ്രി ജവാബഹാ. ഞാൻ ആ ഷെയ്ഖിനെ കാണാൻ പോകുന്നതൊന്ന് പരിശോധിക്കാനാണ്. ഒരു ചോദ്യം ഞാൻ ചോദിക്കും, ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ചോദിക്കും. എന്നിട്ട് ആ ഷെയ്ഖിനെ ഞാനൊന്നിങ്ങനെ വട്ടം കറക്കും. ഇതിനാ പോകുന്നത്. മറ്റേയാള് പറഞ്ഞു, അബ്ദുല്ലാഹിബിൻ അബീ സുറൂൻ പറഞ്ഞു, ഒരു ചോദ്യം ഞാനും ചോദിക്കും, എന്നിട്ട് എന്താ ഉത്തരം പറയുന്നത് എന്ന് ഞാനൊന്ന് കേൾക്കും. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, മഅദല്ലാഹി അൻ നസ്അലഹു ഷൈആ, ഒന്നും ചോദിക്കാൻ ഞാൻ പോകുന്നില്ല. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണണം, കൈയൊന്ന് പിടിച്ച് മുസാഫഹത്ത് ചെയ്യണം, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം. അതിനാണ് ഞാൻ പോകുന്നത്. 3 പേരും ആ സ്ഥലത്തെത്തി. എത്തിയപ്പോൾ ഷെയ്ഖ് യൂസുഫുൽ ഹമദാനി തങ്ങൾ അവിടെ ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഹാനവർകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട ആദ്യം തന്നെ ഇബ്നു സഖയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വൈഹക് ഇബ്നു സഖാ. ഇബ്നു സഖ ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഇബ്നു സഖ, നിനക്ക് നാശം. ഇന്നീല